ഇനി ഈ കൊച്ചിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത യുവാവിന് അണുബാധയുണ്ടായ വാർത്തയ്ക്ക് പിന്നാലെ വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ചെറിയ രീതിയിൽ മുടി പോയ പലരും ഈ മുടി വെച്ച് പിടിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ വാർത്ത കേട്ട ശേഷം വലിയൊരു ആശങ്ക പലർക്കുണ്ട്. അപ്പൊ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ ശരിക്കും പ്രശ്നക്കാരനാണോ? മുടി നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വില വെച്ച് മാത്രം നമുക്കതൊരു പറയാൻ പറ്റില്ല, നല്ലതാണ് ചീത്തയാണ്, വില കൂടിയത് നല്ലതും വില കുറഞ്ഞത് മോശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ചില ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇത് ഈ ചികിത്സ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ചില ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതായത് അവിടെ ഉള്ള ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, കൂടെയുള്ള ടീമിൻ്റെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, പിന്നെ അണുബാധയൊക്കെ വരാതിരിക്കാനായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ്, ക്ലീൻ എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അവർ നോക്കേണ്ടതാണ്. പിന്നെ ഇതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലംസ്, ഏത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും നമ്മൾ പ്രോബ്ലംസ് എന്തുണ്ടാവാം അത് നമ്മൾ മുന്നിൽ കണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടാവണം, സൗകര്യങ്ങളും ഉണ്ടാവണം.